അങ്ങനെ ഹൈസ്കൂൾ മുതൽ റിസർച്ച് ചെയ്യുന്ന ആ ഘട്ടം വരെയും ഒരു സബ്ജക്റ്റിനെ പറ്റി വളരെ ഫോക്കസ്ഡ് ആയാണ് ആ കുട്ടി അന്വേഷിക്കുന്നത്, പഠിക്കുന്നത്, റിസർച്ച് ചെയ്യുന്നത് എങ്കിൽ ആ കുട്ടിയുടെ റിസർച്ച് എന്ന് പറയുന്നത് അതൊരു എക്സലൻ്റ് ആയ റിസർച്ച് ആയിരിക്കും. ഒരു പക്ഷേ ഓരോ സന്ദർഭത്തിലും ഓരോ വിഷയങ്ങളെപ്പറ്റി ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ആ സബ്ജക്റ്റിലുള്ള ഡെപ്താണ്. വളരെ പെരിഫറലായി പോകും. എല്ലാ പ്രോജക്റ്റുകളും വളരെ പെരിഫറലായി പോകും. അതിന് പകരം ഹൈസ്കൂൾ മുതൽ തന്നെ ഒരു പ്രത്യേക ടോപ്പിക്കിൽ ആ ടോപ്പിക്ക് വളരെ റിലവൻ്റ് ആയിരിക്കണം, വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കണം, ലോകത്തിന് മനുഷ്യർക്ക് വളരെ പ്രയോജനമുള്ളതായിരിക്കണം, ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡിന് സ്യൂട്ടബിൾ ആയിരിക്കണം. ഇത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈസ്കൂൾ മുതൽ തന്നെ വലുതായി വരുമ്പോൾ ഒരു വലിയ സയൻറ്റിസ്റ്റായി മാറാൻ സാധിക്കുന്ന വിധത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 60 വർഷത്തോളം ഉറുമ്പുകളിൽ മാത്രം റിസർച്ച് നടത്തിയ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം 60 വർഷത്തോളം ഉറുമ്പുകളെ പറ്റി മാത്രമാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് തോന്നും ഉറുമ്പുകളെ പറ്റി പഠിക്കാൻ ഇത്രമാത്രം ഉണ്ടോ എന്ന്. ലോകത്തെ ഏത് സബ്ജക്റ്റുകളെ പറ്റി നാം പഠിക്കാൻ ശ്രമിച്ചാലും അനേക വർഷങ്ങൾ അതിന് വേണ്ടിവരും. ഒരു ആയുസ്സൊന്നും ഒരിക്കലും മതിയാകില്ല. അത്രമാത്രം വിജ്ഞാനത്തിൻ്റെയും ടെക്നോളജിയുടെയും ഒരു കലവറയാണ് പ്രകൃതി എന്ന് പറയുന്നത്.